2026-ൽ തമിഴ്നാട്ടിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ DMKക്ക് പ്രതിയോഗികൾ അനവധിയാണ്. DMKയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് സിനിമാ താരം വിജയുടെ നേതൃത്വത്തിൽ TVK സഖ്യം ശക്തമായി തന്നെ മുൻനിരയിലുണ്ട്. മാത്രമല്ല BJP AIADMK സഖ്യം കരുത്താർജിച്ച് ശക്തമായ പ്രതിരോധം തീർക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകേണ്ട സാഹചര്യം അക്ഷരാർത്ഥത്തിൽ DMKക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും സീറ്റ് ഉറപ്പിക്കാനാണ് DMKയുടെ നീക്കം. 2026-ലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ 7 സോൺ ഇൻചാർജുമാരെ നിയമിച്ചിരിക്കുകയാണ് ഇപ്പോൾ DMK. തെരഞ്ഞെടുപ്പിന് 1 മാസം മുൻപ് മാത്രം നിയമിക്കുന്ന സോൺ ഇൻചാർജുമാരെ നേരത്തെ തന്നെ നിയമിച്ചതിലൂടെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വേഗത്തിലാക്കുകയാണ് DMK ചെയ്യുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ 2024 ഡിസംബറിൽ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നും ഈ വർഷം മാർച്ച് മാസത്തോടുകൂടി തന്നെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ തയ്യാറാണ് എന്നും DMKയുടെ മുതിർന്ന നേതാവിനെ ഉദ്ധരിച്ചുകൊണ്ട് ദ പ്രിന്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു. പാർട്ടി ജനറൽ സെക്രട്ടറിമാരും MP-മാരുമായ A. രാജ, കനിമൊഴി എന്നിവർക്കാണ് ചെന്നൈയുടെയും ദക്ഷിണ മേഖലയുടെയും ചുമതലയുള്ളത്. മന്ത്രിമാരായ KN നെഹ്റു, EV വേലു എന്നിവർക്ക് മധ്യ ഉത്തര മേഖലകളുടെ ചുമതലകളും നൽകിയിട്ടുണ്ട്. മധുര മേഖല, ഈറോഡ്, സേലം, നാമക്കൽ ജില്ലകളുടെ ചുമതല മന്ത്രിമാരായ തങ്കം തേനരശ്, R. ചക്രപാണി എന്നിവർക്കും നൽകിയിട്ടുണ്ട്. കോയമ്പത്തൂർ, തിരുപ്പൂർ, കരൂർ ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ മേഖലയുടെ ചുമതല സെന്തിൽ ബാലാജിക്കുമാണ്. നടൻ വിജയുടെ രാഷ്ട്രീയ പ്രവേശന പശ്ചാത്തലം ഉൾപ്പെടെയുള്ള സാഹചര്യത്തിൽ 2026-ലെ തെരഞ്ഞെടുപ്പിനെ വളരെ ഗൗരവത്തോടെ തന്നെയാണ് DMK സമീപിക്കുന്നത്. 234 സീറ്റിൽ 200 സീറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് DMK തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുന്നതും. വിവിധ മേഖലകളുടെ ചുമതലകൾ നൽകുന്നത് വഴി പാർട്ടി നേതാക്കൾക്കിടയിലെ പിണക്കങ്ങളും അവസാനിപ്പിക്കാമെന്ന് DMK കരുതുന്നുണ്ട്. പ്രചരണ തന്ത്രങ്ങൾ സുഗമമാക്കുന്നതിനായി ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ടതുണ്ട്. ഇതിനായി കനിമൊഴി MP ബൂത്ത് തലത്തിലുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി വരികയാണെന്നാണ് വിവരം. സർക്കാരിന്റെ ജനകീയ പദ്ധതികൾ താഴെത്തട്ടിൽ ശക്തമായ പ്രചരണം നൽകുന്നതായിരിക്കും ആദ്യഘട്ട പ്രവർത്തനം. ഉപമുഖ്യമന്ത്രിയും യുവജന വിഭാഗം സെക്രട്ടറിയുമായ ഉദയനിധി സ്റ്റാലിനാണ് തെരഞ്ഞെടുപ്പ് സെല്ലിന് നേതൃത്വം നൽകുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തിയ സർവേയിലും DMKക്കും അനുകൂലമായിരുന്ന വിധി തന്നെയായിരുന്നു പുറത്തുവന്നത്. മുഖ്യമന്ത്രിയായി MK സ്റ്റാലിൻ തന്നെ വരണമെന്ന് കൂടുതൽ പേർ ആഗ്രഹിക്കുന്ന സർവേ ഫലം പുറത്തു വന്നിരുന്നു. സി വോട്ടർ സർവേയിലായിരുന്നു കൂടുതൽ പേർ വീണ്ടും മുഖ്യമന്ത്രിയായി സ്റ്റാലിനെ തന്നെ ആഗ്രഹിക്കുന്നത്. 27% പേരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സ്റ്റാലിൻ വരണം എന്ന് ആഗ്രഹിച്ചിരുന്നത്. TVK നേതാവ് വിജയ് ആണ് 2ാം സ്ഥാനത്തുണ്ടായിരുന്നത്. 18% പേരാണ് വിജയ് മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നതും. പ്രതിപക്ഷ നേതാവും AIADMK ജനറൽ സെക്രട്ടറിയുമായ എടപ്പാടി പളനിസ്വാമി മുഖ്യമന്ത്രിയാകണമെന്ന് 10% പേർ ആഗ്രഹിക്കുന്നുണ്ട്. BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന K. അണ്ണാമലൈ മുഖ്യമന്ത്രിയാകണമെന്ന് 9% പേരും ആഗ്രഹിച്ചിരുന്നു. സ്റ്റാലിന്റെ ശക്തമായ നേതൃമികവിനെ കൂടുതൽ പേർ ഇഷ്ടപ്പെടുന്നുവെന്ന് സർവേ വ്യക്തമാക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് എതിരാളികളെക്കാൾ സ്റ്റാലിൻ ബഹുദൂരം മുന്നിലാണ്. എന്നാൽ വിജയുടെ രാഷ്ട്രീയമായ പ്രതിച്ഛായ വളരുന്നത് സ്റ്റാലിനും പ്രതിപക്ഷ നേതാവായ എടപ്പാടി പളനിസ്വാമിക്കും അണ്ണാമലയ്ക്കും ഭീഷണി തന്നെയാണ്.